മഹാവികാസ് അഘാടി സഖ്യത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു. സഖ്യകക്ഷികളുമായി തല്ലുപിടിച്ച് 102 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ജയിക്കാനായത് വെറും 15 സീറ്റുകളിൽ മാത്രം. രാഹുൽ ഗാന്ധി എഫക്റ്റും രമേശ് ചെന്നിത്തലയുടെ തന്ത്രങ്ങളും മഹാരാഷ്ട്രയിൽ ഏശിയില്ല. പ്രേംലാൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രേംലാൽ, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഒരു മാജിക് നമ്പർ 200 എന്ന വിജയത്തിലേക്ക് മഹായുതി സഖ്യമെത്തി. ഈ നോൺ മറാത്ത വോട്ട് എന്ന OBC വോട്ടുകൾ പിടിക്കുകയെന്ന പഞ്ചാബിൽ ഹരിയാനയിലൊക്കെ ചെയ്തതുപോലെ ജാട്ട് ഇതര വോട്ട് ഏകീകരിക്കാനുള്ള ശ്രമം, അത്തരത്തിലുള്ളൊരു ശ്രമമൊക്കെ ഇവിടെ വിജയം കണ്ടു എന്നാണ്. 50% OBC വോട്ടുകൾ ഉള്ള സംസ്ഥാനമാണ്. സംസ്ഥാന ജനസംഖ്യയുടെ 50% OBC വോട്ടുകളാണ് അവിടെ എന്നത്. ഈ നേട്ടം കണക്കാക്കുന്നത് അതിൽ നിന്നാണ് മഹായുതി എന്നല്ലേ? തീർച്ചയായും അന്ന, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ അപ്രതീക്ഷിതമായിരുന്നു. വോട്ട് ബാങ്ക് ജാതി കാർഡ് കളിച്ച് തന്നെയാണ് ഇത്തവണ വിജയം ഉറപ്പാക്കിയത്. ആദ്യത്തെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് BJP മാജിക് ഫിഗറിലെത്തിയത്. അവിശ്വസനീയമെന്നാണ് രാഹുൽ ഗാന്ധിയുടെയും ഉദ്ധവ് താക്കറെയുടെയും രാജ് താക്കറെയുടെയും എല്ലാം ആദ്യ പ്രതികരണങ്ങൾ. BJP സഖ്യം എക്സിറ്റ് പോളുകളെ പോലും കവച്ചുവെക്കുന്ന തരത്തിലുള്ള മഹാവിജയത്തിലേക്ക് കുതിക്കുമ്പോൾ മറാഠ രാഷ്ട്രീയത്തിലെ രണ്ട് അതികായകരുടെ പതനം കൂടി നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. ശിവസേനയുടെയും NCPയുടെയും പിളർപ്പിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രണ്ട് പാർട്ടികളുടെയും യഥാർത്ഥ പൈതൃകമാർക്കൊക്കെ എന്ന് ജനങ്ങൾ വിധിയെഴുതിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ശിവസേനയുടെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ സ്ഥാപകനായ ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയ്ക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ഷിൻഡെയുടെ ചതിയെക്കുറിച്ചും രാജ്യദ്രോഹി എന്നും പറഞ്ഞായിരുന്നു നിരന്തരം അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരിട്ടിരുന്നത്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ഉദ്ധവ് താക്കറിന് ലീഡ് നേടാൻ കഴിഞ്ഞത് 19 സീറ്റിൽ മാത്രമാണ്. അതേസമയം 59 സീറ്റുമായി ശിവസേന ഔദ്യോഗിക വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 80 സീറ്റിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഷിൻഡെയുടെ ശിവസേന മത്സരിച്ചത്. അതേസമയം NCP സ്ഥാപിച്ച ശരത് പവാറിന് പാർട്ടിയുടെ ഔദ്യോഗിക പേരും ചിഹ്നവും ലഭിക്കാത്തതിന്റെ ക്ഷീണവും തീർക്കാനും തെരഞ്ഞെടുപ്പ് ഉപകരിച്ചില്ല. കൂടാതെ മറാഠ വോട്ടുകളുടെ ഒരു സ്വാധീനം പോലെ തന്നെ ആണ് സ്ത്രീ വോട്ടുകളുടെ ഒരു ശതമാനത്തിൽ വലിയൊരു ഉയർച്ച. 66% ഇത്തവണത്തെ പോളിംഗ് നടന്നത്. മഹാരാഷ്ട്രയിൽ 30 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പോളിംഗ് ആണ്. അതിൽ സ്ത്രീകളുടെ വോട്ടുകൾ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നിരവധി സൗജന്യ ആനുകൂല്യങ്ങളെല്ലാം, പെൻഷൻ പദ്ധതികളെല്ലാം ഗുണം ചെയ്തു എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. 148 സീറ്റിൽ മത്സരിച്ച BJPക്ക് ഒറ്റയ്ക്ക് 120 സീറ്റ് മേൽ ഉറപ്പിക്കുവാൻ ഇത് സഹായിച്ചു എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും ഇനി അടുത്ത ഒരു കടമ്പ എന്ന് വെച്ചാൽ ആര് മുഖ്യമന്ത്രി ആകുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫഡ്നാവിസ്, അജിത് പവാർ, ഛഗൻ ഭുജ്ബാൾ, രവീന്ദ്ര ചവാൻ കൂടാതെ MVA നേതാക്കളായ ആദിത്യ താക്കറെ, നാനാ പട്ടോളെ തുടങ്ങിയ പ്രമുഖർ വിജയിച്ചിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ സഖ്യകക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചത്.